Hi everyone, welcome back to my YouTube channel. അപ്പോൾ ഇത് തേർഡ് ഡേ ഇൻ അസർബൈജാൻ ആണ്. ഇപ്പോൾ ബാക്കുലാണ് തിരിച്ചു വന്നിരിക്കുന്നു. ഇനി ഒന്നുകൂടെ ഇന്ന് വേറെ കുറച്ച് സ്ഥലത്തും കൂടെ പോകണം. അപ്പോൾ അതൊക്കെ ഞാൻ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാണ്. Yeah. Today anyway we just started. Show hi. So we show the paper everything. Where we are going? To Dubai. Not Dubai. Where we are going right now? Then where am I going? Good fellow. Somewhere in Azerbaijan, right? I don't think you're right. I think I'm right. Why? അപ്പം ഞങ്ങൾ ഇന്ന് 3 സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഗുബ, അപ്പൊ ഞങ്ങളിത് 3 സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് പുറകെ ഒരാൾ നോക്കുന്നത്. അങ്ങോട്ട് നോക്കാം. അപ്പൊ ഞങ്ങളിന്ന് 3 സ്ഥലത്താണ് പോകുന്നത്. ഗുബ, ഗുസ ആൻഡ് ഷഡാർ. ഗുസാറാണോ? ഗുബ, ഗുസാർ ആൻഡ് ഷഡാർ. അപ്പൊ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടെ 3 മണിക്കൂർ എടുക്കും അല്ലേ? അപ്പോൾ അങ്ങോട്ട് അവിടെ വരെ പോകാൻ, ബാക്കുന്ന് അവിടെ വരെ പോകാൻ 3 മണിക്കൂർ എടുക്കും. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് എന്തായാലും വീഡിയോ കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോ എവിടെയാണ്? നമ്മളിപ്പോൾ ക്യൂബ, അസർബൈജാൻ ക്യൂബയിലാണ്. ശബ്ദം എന്താ മാറ്റുന്നത്? So where we are now? Dubai. Yeah. It's very cold here, right? It's not, but in Baku it's more sunny, but here look at the weather. You don't want to go for the horse ride? How much it is? 60 minutes. Oh my god. 60. അപ്പോൾ ഇവിടെ ഹണി ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് ഹണി വാങ്ങിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയാണ്. അറിയത്തില്ല നല്ല കിട്ടുമെന്ന്. അപ്പോൾ ബാക്കുവിലെ വെതർ എപ്പോഴും കോൾഡ് ബ്രീസ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല സണ്ണിയുമായിരുന്നു അവിടെ ബാക്കുവിൽ. പക്ഷെ ഇവിടെ കൂബ അവിടെ വലിയ എന്താ പറയുക, അവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അങ്ങനെ സണ്ണിയല്ല, നല്ല തണുപ്പാണ്. ഞാൻ ഇങ്ങനത്തെ ജാക്കറ്റൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ നല്ല തണുപ്പുണ്ട്. പിന്നീട് വേണമെങ്കിൽ അതും ഇടാം. മീൻസ് എൻ്റെ ടോപ്പ് ഓൾറെഡി സ്വെറ്റർ ടോപ്പാണ്, അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പക്ഷേ ഇവിടെ എന്തോ ഷഡാക്കിൽ സ്നോ ഏരിയ ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇതിപ്പോൾ ആ ടൈം അല്ലാന്ന് തോന്നുന്നു. സ്നോ ടൈം വെതർ അല്ലാന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ നോക്കണം. അപ്പോൾ
അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നോക്കണം. ഈ കൂബ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഷഡാക്കിലേക്ക് പോകുന്നത്. കേബിൾ കാർ ഉണ്ട്, പിന്നെ റോളർ കോസ്റ്റർ റൈഡ് ഉണ്ട്. അപ്പം എല്ലാം കാണിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എല്ലാം കാണിക്കുന്നതായിരിക്കും. See you. ഇല്ല. Neil, say hi. To forest. Be careful. Yeah. I'm also taking video, so I think I will. From where I'll come? You hold? Yeah, it's fine. Yeah, it's like Clean green, like yeah. this is like Okay. അമ്മ എങ്ങോട്ടാ പോകുന്നത്? Until there. No, wait. അപ്പം അങ്ങനെ ഷഡാക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഷഡാക്ക് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കേബിൾ കാർട്ടിൽ പോകാൻ പോവാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ക്യാപ്പ് എല്ലാം എടുത്തിട്ട് ഭയങ്കര മഴയുണ്ട്. അപ്പം അതൊക്കെ കാണിക്കാം. അപ്പോൾ ഈ സിൽഫ് ഹോട്ടലിലാണ് ഷഡാക്കിൽ നമ്മൾ മെയിനായിട്ട് പോകേണ്ട ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഡ്വഞ്ചർ പോലത്തെ കുറച്ച് റൈഡ്സും കാര്യങ്ങളുണ്ട്. ബട്ട് ഞങ്ങൾക്ക് കേബിൾ കാർ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഈ റൈഡ്സ് എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടുത്തെ കോസ്റ്ററിൽ പോകണമെന്നുണ്ടായിരുന്നു, റോളർ കോസ്റ്റർ പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതിലും പോകണമെന്നുണ്ടായിരുന്നു ഇവിടുത്തെ ആ റൈഡിൽ. പക്ഷേ അപ്പോഴേക്കും ആ റൈഡ് ക്ലോസ് ചെയ്തിരുന്നു. ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കും ക്ലോസ് ചെയ്തത്. 4 PM വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോകുമ്പോൾ ടൈമിങ്സ് എന്തായാലും ചെക്ക് ചെയ്യണം, റൈഡ്സിന്റെ ടൈമിങ്സ്. അപ്പം അത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള റൈഡ്സിൽ ഫസ്റ്റ് തന്നെ പോയി തീർക്കാമല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല 4 PM ആകുമ്പോൾ അവരിതെല്ലാം ക്ലോസ് ചെയ്യുമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. ചിലപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കും. ഗൂഗിളിൽ 6 PM വരെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കേബിൾ കാറിലാണ് ഫസ്റ്റ് പോയത്. റോളർ കോസ്റ്ററിലും പിന്നെ വേറെ കാര്യങ്ങളിലും ആക്ച്വലി പോകാൻ പറ്റിയില്ല, ടൈമിങ്സ് അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത് 3rd day ആയി. ആക്ച്വലി ഞങ്ങൾ 3 days മാത്രം നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു ഡേയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, ടിക്കറ്റ് മാറ്റി ബുക്ക് ചെയ്തു. അപ്പം ഇന്നും കുറച്ച് സ്ഥലങ്ങളിൽ ബാക്കി തന്നെ പോകുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് ഷഡാക്ക്, കുസാർ അങ്ങനെ ഫ്യൂ പ്ലേസസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇങ്ങനെ കുറച്ച് ദൂരെ പോകുമ്പോൾ ഞങ്ങൾ ആക്ച്വലി ടൈം കൂടുതൽ കാറിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ മാക്സിമം കവർ ചെയ്യാമെന്ന്. അപ്പം അതൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. See you. അപ്പോൾ നമ്മൾ സമാക്സിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ അസർബൈജാനിൽ തന്നെ സമാക്സിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാണിച്ചു.
അടുത്തായിട്ട് നമ്മൾ ഇവിടുത്തെ മെയിൻ വൈൻ ഫാക്ടറിയിലോട്ട് ക്യാമറ ആണ് എപ്പോഴും വേറെ ശബ്ദം. വൈൻ ഫാക്ടറി ആണോ ഇത്? അപ്പം നമ്മളപ്പോൾ ഇവിടുത്തെ മേസരി, ഞങ്ങളപ്പോൾ ഇവിടെ മേസരി വൈൻ അവിടെ വന്നിരിക്കുകയാണ്. ഇത് സ്ഥലം ഏതാ? സെയിം സ്ഥലത്ത് തന്നെ, സമക്സി സെയിം സ്ഥലത്ത് തന്നെ മേസരി വൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പേര് വന്നിരിക്കുന്നത്. വൈൻ ഫാക്ടറി ആയിരിക്കും. ഞാൻ അത് കാണിച്ചു തരാം. വൈൻ ഫാക്ടറിയാണ്. Nice. ഓപ്പൺ എയർ സിനിമ. വാവ്. രാത്രിയിലൊക്കെ ആയിരിക്കും അത് പ്ലേ ചെയ്യുന്നത്. ലുക്സ് നൈസ്. ഇതെല്ലാം ഈ സെയിം വൈൻയാർഡ് അല്ലെങ്കിൽ വൈൻ ഫാക്ടറിയിലുള്ളതാണ്. ലുക്സ് നൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഞങ്ങൾ ലഞ്ചും കഴിച്ചിരുന്നു. എനിക്കത് ഞാൻ എടുക്കാൻ മറന്നു ഈ വീഡിയോ. അപ്പോൾ ലഞ്ചും കഴിച്ചിരുന്നു. നല്ല ഫുഡായിരുന്നു. ഇവിടുത്തെ ഫുഡ് ആക്ച്വലി നല്ലതായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ വേറെ സ്ഥലത്ത് കഴിച്ചതിനേക്കാളും ഇവിടുത്തെ ഫുഡാണ് ഏറ്റവും ഇഷ്ടമായത്. മെസരി വൈൻസ് അവിടുത്തെ ഫുഡാണ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ലഞ്ചാണ് കഴിച്ചത്. ചിക്കൻ എഗ് അങ്ങനെ മിക്സ് ചെയ്ത് അവിടെ നിന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞങ്ങളപ്പോൾ ഫയർ മൗണ്ടനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഫേമസ് ആണ് ഫയർ മൗണ്ടൻ.
പുറകെ കൂടെ ഫയർ. അപ്പയാണത് പോകാണ്ടിരിക്കാനേ. I'm carrying your bag also. I'll take my bag. അപ്പോൾ അങ്ങനെ ഫയർ മൗണ്ടനിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ബാക്കുവിലെ ഫ്ലെയിം ടവറിന്റെ അടുത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഈ ടവറിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പം അവിടുത്തെ ആള് പറഞ്ഞു നല്ല വ്യൂ പോയിന്റ് കാണിച്ചു തരാമെന്ന്. അപ്പൊ നമുക്ക് ഫുൾ ടോപ്പ് വ്യൂ കാണാമെന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആക്ച്വലി ആ വ്യൂ പോയിന്റ് തന്നെയാണ് മോർണിംഗിൽ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചത്. ബാക്കുവിലെ ടോപ്പ് വ്യൂ പോയിന്റ് ആണ്. അപ്പൊ ഈ വഴി കൂടെയും ആ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അസർബൈജാൻ പാർട്ട് 1 വ്ളോഗിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ മോർണിംഗ് വ്യൂ പോയിന്റ് തന്നെ രാത്രിയിലും എടുത്തിട്ടുണ്ടെന്ന്. ബട്ട് ഇത് വേറൊരു ഡയറക്ഷനിൽ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഫുൾ ബാക്കു ഈ ടോപ്പ് വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ക്ലോക്ക് ടവർ, ഡെനിസ് മോൾ, പിന്നെ ഫ്ലെയിം ടവേഴ്സ്. അപ്പൊ ഇതെല്ലാം നമുക്ക് മേളിൽ നിന്ന് തന്നെ കാണാം. അപ്പൊ ബാക്കുവിൽ വരാണെങ്കിൽ എന്തായാലും ഈ വ്യൂ പോയിന്റിൽ വന്നിരിക്കണം. അത്രയ്ക്കും ഭംഗിയാണ് കാണാൻ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നിസാമി സ്ട്രീറ്റിലേക്ക് തന്നെ വന്നു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ നിസാമി സ്ട്രീറ്റിലെ ഷവർമ നമ്പർ 1 എന്നുള്ളൊരു കഫേയിലാണ് കയറിയത്. അപ്പൊ ഞങ്ങൾ ചിക്കൻ ഷവർമ ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഈ ഷവർമ UAE ഷവർമയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ ഷോപ്പിംഗും ചെയ്തിരുന്നു. ഹായ് ഗൈസ്, ഇത് Hi guys, what happened today? What happened, guys? today is like it's 4th day or 5th day in Baku. I forgot. 4th day. Okay. 4th of it. Okay. അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസമായി ഇവിടെ ബാക്കുവിൽ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് കഴിക്കുന്ന ക്യാമറ ഓൺ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. So did you like the place you come? So how is Baku? It was good. It was good? Which place you like the most in Baku? Nizami Street? Yeah. Because you can shop. And also the cable car. Cable car, yeah. In Shadak, right? Yeah. That was also very nice. Wait, I have to turn my Yeah. അപ്പോൾ അവിടെ ഇന്ന് എന്താ കാണുന്നത് ഞാൻ കാണിച്ചാൽ മിക്കവാറും ഇന്ന് ഷോപ്പിംഗ് മാത്രമായിരിക്കും. ഇത് പിങ്ക് ലേക്കിൽ പോകണമെന്നുണ്ട്. അവിടെ പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ കാണിക്കായിരിക്കും. See you. അപ്പം ഞങ്ങളൊരു മോളിലേക്ക് വന്നിരിക്കുകയാണ്, പാർക്ക് ബൾവാർഡ്. അപ്പോൾ ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കണം ഇഷ്ടപ്പെടുന്ന ടോപ്സ് കളക്ഷൻസ് ഉണ്ടോ നോക്കണം. അതൊക്കെ ഞാൻ കാണിക്കാം. Mango. Calvin Klein. Your favorite Adidas video. ഞാൻ ഇവിടുത്തെ LC വൈദ്യുതി സ്റ്റോറിൽ നിന്ന് ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. എൻ്റെ അതിട്ടു. എൻ്റെ ഡ്രസ്സ് മാറ്റി. ബിക്കോസ് ഞങ്ങൾ ആദ്യം 3 ദിവസം മാത്രമായിരുന്നില്ലേ പ്ലാൻ ചെയ്തത് അസർബൈജാനിൽ. പക്ഷേ ഞങ്ങൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എനിക്കധികം ക്ലോത്ത്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇടാൻ. അപ്പോൾ അവിടെ ഇവിടെ നിന്ന് ഒരു ഔട്ട്ഫിറ്റ് കൂടെ വാങ്ങി. അപ്പോൾ ഇന്നത്തേക്കിടാൻ ഇന്നലെയാണ് നിസാമി സ്ട്രീറ്റിൽ നിന്ന് ഷോപ്പ് ചെയ്തത്. അപ്പോൾ അതായിരുന്നു ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് വന്നത് ആദ്യം. പിന്നെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മോളിൽ തന്നെയാണ് ഇപ്പോഴും. സോ അങ്ങനെ 4th ഡേ ഞങ്ങൾ കൂടുതൽ ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ രാത്രി തിരിച്ച് നിസാമി സ്ട്രീറ്റിലേക്ക് തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് വന്നു. സോ ഈ ഡേ ഡിന്നർ ഞങ്ങൾ കുറച്ച് ഫാസ്റ്റ് ഫുഡ് ഒക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്, ബർഗറും പിസ്സയും ഒക്കെ. വീഡിയോ
Hi. First day of സോ അങ്ങനെ അസർബൈജാൻ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. സോ ഞാൻ എൻ്റെ അടുത്ത വ്ളോഗുമായിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ എവ്രി വൺ.